എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ദറത്തിലാണ് കേട്ടോ. ദറം ഇംഗ്ലണ്ടിലെ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ചെറിയൊരു സിറ്റിയാണ്, എങ്കിലും ഫേമസ് ആണ്. കാരണം നമുക്കൊക്കെ സുപരിചിതമായ ഹാരി പോട്ടർ ആൻഡ് അവെഞ്ചേഴ്സ് ആൻഡ് ഗെയിം എന്നീ ഇംഗ്ലീഷ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കൂടിയാണിത്. ഇവിടെ അതുപോലെ മനോഹരമായ ഒരു കത്തീഡ്രൽ ഉണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. താഴെ നല്ല ഭംഗിയുള്ളൊരു റിവർ ഉണ്ട്. റിവറിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ കയറി വന്നത്. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ടാണ് മേലേക്ക് വന്നത്. ഓപ്പോസിറ്റ് കാണുന്ന ആ ബ്രിഡ്ജ് പോലെ താഴെ നിന്ന് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ബ്രിഡ്ജും നല്ല വിഷനായിരുന്നു. ഒത്തിരി ദൂരം നടക്കാനുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഷോപ്സും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. കുറേ ബിൽഡിങ്ങുകളുണ്ട്, അത്യാവശ്യം ഷോപ്പുകളുണ്ട്, ഐസ്ക്രീം, കോഫി, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ നേരെ കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. ഇതൊരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സിറ്റിയാണെന്ന് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലത്തെ വഴികളും ബിൽഡിങ്ങുകളും കുറേ കയറ്റമിറക്കമൊക്കെ ഉണ്ട്. പിന്നെ ഓരോ കോർണറിൽ നിന്നൊക്കെ വഴികളൊക്കെ വിരിഞ്ഞു പോകുന്നതും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല. ഒരു റൊട്ടിയുടെ പകുതിയല്ല കിട്ടിയുള്ളൂ, ശരിയായിട്ടില്ല. സ്റ്റാമിന ഇല്ല. ഇത്രയും കയറ്റിറക്കങ്ങളുണ്ടെന്നും ഒത്തിരി ദൂരം നടക്കാനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കുട്ടികൾ നേരത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം കയറി വന്നിട്ട് ദേ കത്തീഡ്രൽ കാണാറായി. ഇത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഡുറം കത്തീഡ്രൽ. ഇനി വയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ സാധനം അവർ താത്തി തരും. അപ്പോൾ വണ്ടി ഇവിടം വരെ കയറും. കണ്ടോ, ഈ താഴേക്കാവും ഈ കുറ്റിപോലെ നിൽക്കുന്ന സാധനം. കാർ കയറ്റി അതിൻ്റെ ഉള്ളിൽ വരെ കയറാൻ പറ്റും. അപ്പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് കാസിലെ. ഈ കാസിൽ നിന്ന് പള്ളിയിലേക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ വഴിയുണ്ടത്രേ. അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഈ കത്തീഡ്രലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാസിലും യുനെസ്കോ വേൾഡ് റെക്കോർഡ് സൈറ്റുകളിൽ ഒന്നാണ്. അപ്പം ഇനി വൈകിക്കുന്നില്ല, നേരെ നമുക്ക് അതിനകത്തേക്ക് പോവാം. ഈ ബോർഡിൽ ഇപ്പോൾ വായിച്ചത് ഈ കത്തീഡ്രൽ ഒരാഴ്ച റൺ ചെയ്യാനായിട്ട് 2 lakhs pound വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരിയും വലിയൊരു എമൗണ്ട് ഇവിടെ വേണം. നമുക്ക് വേണമെങ്കിൽ ഡൊണേഷനൊക്കെ കൊടുക്കാം. അതിനകത്തേക്ക് കയറിയപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, അടിപൊളി. ഇത്ര രസമാണ് കാണാൻ. ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഹൈറ്റും ട്രഡീഷണൽ ലുക്കും എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ 6 to 7 ഫ്ലോർ ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈറ്റ് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തൂണുകളും ചുവരുകളും എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഗ്ലാസ്സുകളിലെല്ലാം ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം സൂര്യവെളിച്ചം കൂടി തട്ടുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ കാണുന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മണി മുഴങ്ങുന്നതും പ്രാർത്ഥനയും അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ചതും ഇതെല്ലാം കൂടി കാണുമ്പം വളരെ ഗുഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇവിടെ ക്യൂനിൻ്റെ മെമ്മറിയാണത്, സ്റ്റോണ്. ഇത് ജീസസിൻ്റെ ലാസ്റ്റ് സപ്പർ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ്. ഇത് ഇവിടുത്തെ തന്നെ 500 years പഴക്കമുള്ള യോക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഞങ്ങളൊരു പാസ്പോർട്ട് എടുത്തു കേട്ടോ. എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ദി നോർത്തേൺ സെയിൻസ് ട്രെയിൽ സ്റ്റാമ്പ് കളക്ഷൻസ് എന്ന് പറയും. അപ്പം ഈ 12 പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ ദുറം കത്തീഡ്രലിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് സ്റ്റാമ്പ് ചെയ്യിപ്പിച്ചു. ഇനി ഞങ്ങൾ ന്യൂ കാസിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്നും ചെയ്യിപ്പിക്കാം. ഇതിന്ന് സൗണ്ട് കേൾക്കും, അങ്ങനെ എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതിന്. അവെഞ്ചേഴ്സ് ആൻഡ് ഗെയിം മൂവിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ചർച്ചിനകത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ മൂവി കണ്ടിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ഭാഗങ്ങളൊക്കെയാണ് മൂവിയുടെ ലൊക്കേഷനിലായിട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ചൊക്കെ സ്പീഡിലാണ് കവർ ചെയ്തത്, കാരണം വേറെ 1-2 പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മ്യൂസിയം ഒന്നും ഞങ്ങൾ കണ്ടില്ല.
ഇതിനകത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോ ഭാഗങ്ങളായിട്ട് കാണാനുണ്ട്. പിന്നെ അവിടെ നമുക്ക് ബോർഡൊക്കെ വായിച്ച് മനസ്സിലാക്കി വളരെ സ്ലോയിൽ പോവാണ് നല്ലത്. ഒരു ഫുൾ ഡേ തന്നെ കത്തീഡ്രൽ കാണാനും അതുപോലെ ദൂരം സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ഫുൾ ഡേ മാറ്റി വെക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്കും ഉണ്ട് കാണാനായിട്ട്. ചില ഭാഗത്തൊക്കെ നമ്മൾ മരിച്ചവരെ അടക്കിയ കല്ലറകളുടെ സൈഡിലൂടെയൊക്കെയാണ് പോവുക. അപ്പോൾ എന്താ പറയുക, അവിടെയൊക്കെ എത്തുമ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാവും. ഇവിടെ പലയിടത്തായിട്ട് മുകളിലായിട്ട് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. മുകളിലും ചുവരിലും ഒക്കെ ആയിട്ട്. അതൊക്കെ എന്തൊക്കെയാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മുഴുവനും വായിക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. ഇതാണ് സാറ. ഈ കുട്ടിയുടെ ഒരു ചെറിയ ജീവിതകാലമാണ് വിൻഡോസിൽ നമ്മൾ കാണുന്നത് ചിത്രങ്ങളായിട്ട്. ഇവിടെയുള്ള വിൻഡോസൊക്കെ ഈ സാറ എന്ന് പറഞ്ഞ കുട്ടിയുടെ മെമ്മറിയാണ് കേട്ടോ. സാറ ദൂരത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. സാറയുടെ പേരൻസ് കുട്ടിയുടെ മരണശേഷം കാർഡിയാക്ക് ഇഷ്യൂ ആയിട്ടാണ് കുട്ടി മരിച്ചിട്ടുള്ളത്. അപ്പോൾ അവളുടെ സ്മൈൽ ലോകം അറിയട്ടെ എന്ന് കരുതിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചിട്ടുള്ളതാണ് ആ വിൻഡോസിൽ നമ്മൾ അത്രയും കണ്ടിട്ടുള്ള ചിത്രങ്ങൾ. ഇലൂമിനേഷൻ വിൻഡോ എന്നാണ് അത് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി സങ്കടം വരും. ഇവിടെ കാണുന്നതൊക്കെ ഒറ്റമരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ളത് പോലെയുള്ള രൂപങ്ങളാണ്. ജീസസും മാതാവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു ക്ലോയിസ്റ്റർ നമുക്ക് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ മ്യൂസിയം ഉണ്ട് എന്നാണ്. ഇതാണ് ആ ക്ലോയിസ്റ്റർ. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇവിടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. 4 വശവും ബിൽഡിംഗ് ആയിട്ട് നടുവിലുള്ള ഗ്രീനറി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതാണ് ഹാരി പോട്ടർ മൂവിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇതാണ് ഹാരി പോട്ടർ മൂവിയിലുള്ള ആ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിൻഡോസും നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ചുറ്റും റൗണ്ട് ആയിട്ടുള്ള വിൻഡോസ്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഷോപ്പ് കാണാം. ഇവിടെ ബുക്സ്, അതുപോലെ തന്നെ മാല, വള, അങ്ങനെ ക്രിസ്ത്യൻ്റെ കുറേ രൂപങ്ങൾ, അതായത് ചർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളും ഷോ പീസസൊക്കെ ആയിട്ട് ഏഞ്ചൽസ്, അങ്ങനെയൊക്കെയാണ്. ഏഞ്ചൽസ്, കുരിശ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്നത് കത്തീഡ്രലിൻ്റെ മറ്റൊരു വശത്തേക്കാണ്. അവിടെയും കുറച്ച് മരിച്ചവരെ അടക്കിയിട്ടുള്ള അങ്ങനത്തെ മെമ്മറികളൊക്കെ ഉണ്ട്. പിന്നെ റിവർ സൈഡിലൂടെ തന്നെയാണ് നമ്മൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് താഴത്തോട്ട് വരുന്നത്. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. റിവറൊക്കെ നല്ല ടോപ്പിൽ നിന്ന് കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നു. പിന്നെ ബബിൾ ടീ ഒക്കെ കഴിച്ചു. പിന്നെ നട്ട്സ് മാത്രമുള്ള ഒരു ഷോപ്പുണ്ട്. നട്ട്സ് മാത്രം കിട്ടുന്ന വെറൈറ്റി നട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പ്. അവിടെ നിന്ന് അതൊക്കെ വാങ്ങി നേരെ കാർ പാർക്കിങ്ങിലേക്ക് വന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.